ഹലോ, ഈ വിഷുവിന് നമ്മുടെ നാട്ടിൽ ആദ്യം പടക്കം വാങ്ങിക്കുന്നത് ഞങ്ങളാവുന്നാണ് തോന്നുന്നത്. പടക്കത്തിൽ കൈവശം കൊടുത്തിരിക്കുന്ന ആളാണ് സൂര്യചേട്ടൻ. ഇരിങ്ങാലക്കുട ചാമ്പ്യൻസിൽ പോയിട്ടാണ് 1-2 വർഷങ്ങളായിട്ട് നമ്മൾ പടക്കവും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിക്കാറുള്ളത്. ഇത് ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്ന കടയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ലാഭം കിട്ടും. മാത്രമല്ല, വിഷു അടുക്കാറാവും തോറും സാധനങ്ങളുടെ റേറ്റ് കൂടുകയും ചെയ്യുമെന്നാണ് ഇത്. പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പലതരം കമ്പിത്തിരികൾ, തലച്ചക്രം, മത്താപ്പൂ, മേശപ്പൂ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വെറൈറ്റി ഐറ്റംസ്. മിക്കതും നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയത് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങാത്ത ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അതാണ് ഇത്തവണ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് വാങ്ങിയത്. എല്ലാരും കൂടെ കൂടുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരുന്നേ. മത്താപ്പ മുതൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് പാമ്പുഗുളിക മുതൽ ഗുണ്ടല്ല ആനയെ ഓടിക്കുന്ന തോട്ട വരെ വാങ്ങിയിട്ടുണ്ട് നമ്മള്. അത്രയ്ക്കുണ്ട് പടക്കഭ്രാന്ത്. തൃശ്ശൂർ ഗടിയോളല്ലേ, കുറച്ച് മുന്തിയ പടക്കം തന്നെ പൊട്ടിക്കും. ആഘോഷിക്കാനുള്ള മനസ്സും സരസ്വതിയും നമ്മൾ തൃശ്ശൂരുകാർക്ക് ജന്മസിദ്ധമായതാണ്. പെട്ടി കണ്ട് പേടിക്കണ്ട കേട്ടോ, നമ്മളെല്ലാരും കൂടെ പെട്ടെന്ന് അതങ്ങ് പൊട്ടിച്ചു തീർക്കും. ഇത് മാത്രല്ല, ഈ ആഴ്ച ഒരാഴ്ച മുമ്പേ നമ്മൾ ഇതിന്റെ ആഘോഷം തുടങ്ങിയല്ലോ, അതുകൊണ്ട് വേഗം തീരും സംഭവമൊക്കെ. പിന്നെ കത്തിച്ച് തീർക്കാനാണല്ലോ ഈ പൈസ മുഴുവൻ കൊണ്ടുകൊടുത്തേന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നാലും ആഘോഷിക്കാനല്ലേ. തിരിച്ചു പോരുമ്പോൾ ജ്യൂസി കയറിയിട്ട് ഷേക്കും സമാധാനത്തിന് ഒരു പൈനാപ്പിൾ സോഡയും കുടിച്ച് ഈ വർഷത്തെ വിഷു പടക്ക ഷോപ്പിംഗ് അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ തലേ ദിവസം പിന്നെയും പോയി പടക്കം വാങ്ങിക്കും. അതാണല്ലോ അതിന്റെ ഒരു സൈനിങ് ഓഫ് സ്വാതി സാവിത്രി.